ഹലോ ഹായ്. ഞാൻ കോഴിക്കോട് പോകുമ്പോൾ എപ്പോഴും വിചാരിക്കുന്നുണ്ട് മീൻ മാർക്കറ്റിൽ പോയിട്ട് മീൻ ഇങ്ങനെ ലേലം വിളിച്ച് വിൽക്കുന്നത് കാണാനും ബോട്ടിലിങ്ങനെ മീൻ വന്ന് ഇറങ്ങി ആളുകളൊക്കെ ഇങ്ങനെ ഓടിച്ചെന്ന് അതൊക്കെ എടുത്ത് ഇങ്ങനെ വിൽക്കണം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാ. അങ്ങനെ ഞങ്ങൾ ചാലിയത്ത് പോയതാണ്. പക്ഷെ ചാലിയത്ത് ചെന്ന് നോക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത്ര ഒന്നുമില്ല, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഏതായാലും ഞാൻ ആഗ്രഹിച്ച കാഴ്ചകളൊക്കെ കണ്ടു, ചെറിയ ലേലം കാര്യങ്ങളും കണ്ടു. അതുപോലെ തന്നെ ഇതാ ബോട്ടിൽ വന്ന് മീൻ ഇറക്കുന്നതും കണ്ടു കേട്ടോ. മീനിങ്ങനെ ബോട്ട് വരുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതിനകത്തൊന്നുമില്ലാന്ന് കേട്ടോ. പിന്നെ അല്ലേ അടുത്തെത്തിയപ്പോൾ ഇതാ അടിപൊളി മീനുകളുണ്ട്. ഏതായാലും ബോട്ട് വരുന്നതും മീൻ ഇറക്കി കൊണ്ടുപോകുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ. ഞാൻ കാണാൻ ആഗ്രഹിച്ച ഇത് തന്നെ കേട്ടോ. ഏതായാലും മീനൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയിട്ടു. മീൻ വാങ്ങാനൊന്നും നിന്നില്ല, കോഴിക്കോട് പോണ വഴിയായതുകൊണ്ട് മീൻ വാങ്ങണ പരിപാടി ഒഴിവാക്കിട്ടോ. അങ്ങനെ ഞങ്ങൾ ജങ്കാറിൽ പോകാമെന്ന് വിചാരിച്ച് നേരെ അവിടുന്ന് വണ്ടി വിട്ടു. അങ്ങനെ ജങ്കാറിൽ ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പോഴാണ് കേട്ടോ അതിൻ്റെ അടുത്ത് ഉപ്പിലിട്ട് ഒരുപാട് ഐറ്റംസ് ഉള്ളൊരു ഷോപ്പ് ഇട്ടു. അപ്പോൾ അവിടെ പോയി ഓരോരുത്തർ ഓരോ ഐറ്റംസ് വാങ്ങി എല്ലാം ഒന്ന് എല്ലാവരും ടേസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിന്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ജങ്കാറിലിരുന്നു കേട്ടോ. വണ്ടിയിലിരുന്ന് ബോറടിച്ചപ്പോൾ ഒന്ന് പുറത്തിറങ്ങി വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നേരെ ലുലു പോയിട്ടോ. ലുലു മാളിൽ പോയി കുറച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പ്ലാനറ്റോറിയം പോയിട്ടോ. പ്ലാനറ്റോറിയം ചെന്നപ്പോൾ എൻ്റെ ഫോൺ ഓഫായി, അങ്ങനെ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ നേരെ ബീച്ചിൽ പോയിട്ടോ ഒരു ചായയൊക്കെ. അങ്ങനെ എൻ്റെ കോഴിക്കോട് യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണം ഒന്ന് നെക്കി വെക്കണേ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.